പാടായി. ഈ പഹയനായിട്ട് കാണുന്നില്ലല്ലോ. ഓ, എഴുന്നള്ളിച്ച് വരുന്നുണ്ട് കണ്ണടയും വെച്ചിട്ട്. ഇന്നലെ പോയിട്ടില്ലേ? ഇവിടെ തന്നെ കിടക്കേ. പണിക്ക് വരുമ്പോ കുറച്ച് നേരത്തൊക്കെ വന്നൂടെ? ചോദിക്കുന്ന പൈസ തരുന്നുണ്ടല്ലോ, അതിൽ കുറവൊന്നുമില്ലല്ലോ. ഇത് കൂലിപ്പണിയല്ല, തെങ്ങ് കാരനുള്ള തന്നാൽ മതി. വാർത്താനം പറയണ്ട, പണി പാളും. മനസ്സിലായ മുതലാളി? വേഗം കയറി ഇട്ടൂട്, ഞാൻ പോയിട്ടുണ്ട് വരാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് പെറുക്കി കൂട്ടിക്കാളാം. ഞാൻ നിങ്ങൾക്ക് ഒരു പെണ്ണ് കെട്ടിച്ചേരാം. എന്തേ നടക്കുവോ? ആരപ്പത് പോയപ്പോ ആരപ്പത് വിളിച്ചത്? ആളെ കാണണമെന്നില്ല. വലത്തെ പിസാച്ചേറ്റാണോ? പോയപ്പോ അത് പിശാച്ചൊന്നല്ല. ബാക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്ക്. അത് ശരി, ഇയാണല്ലോ സൈത്താനെ. ഞാൻ വിചാരിച്ചത് പിസാച്ചേറ്റാണെന്ന്. ഇജ്ജ് അങ്ങനൊക്കെ പറയും. അനക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേ? ഇന്ന് അങ്ങനെ വയസ്സനൊന്നും ആക്കണ്ട. എൻ്റെ 3 വയസ്സിന് ഇളയതാണ് ഞാൻ. അത് ശരിയാണ്. അതൊക്കെ പോട്ടടാ. പെരിയിലെ വർത്താനൊക്കെ എന്തൊക്കെ ഇപ്പോൾ? കുട്ടികൾക്ക് സ്വന്തനല്ലേ? സുഖമായിട്ട് പോണ് കോയാപ്പോ. അപ്പോൾ പണിയൊക്കെ ഇപ്പം ഉണ്ടടാ. പണി ഉണ്ടാന്ന് ചോദിച്ചാൽ എന്നാ ഉണ്ടേന്ന്, എന്നാലോ ഇല്ലേന്ന്. പഴയ കുറ്റിക്കലൊക്കെ പോയി ഇട്ട് കൊടുക്കും ഞാൻ. തേങ്ങ ഇടലാണ് പറഞ്ഞത്. അത് ശരി. കോയപ്പോ തടി കൊണ്ട് വെച്ചായതായോടോ. പിന്നിപ്പോൾ തെങ്ങും തേങ്ങയൊക്കെ ഇപ്പോൾ ആരാ നോക്കണത്? അതിട്ട് നോക്കിയാൽ മുതലാവില്ല. അതൊക്കെ ഒരു കഥ തന്നെ കോയാപ്പോ. ഇതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പോണോടത്തോളം ആണ് പോവും. എല്ലാം ശരിയാവെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ. അല്ല കോയപ്പോ, എൻ്റെ മക്കൾ 2 പഞ്ചായത്തേക്ക് മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അതൊന്നും ഇനിയിപ്പോൾ പറയണ്ട. 2 2 പാർട്ടിയിലാണ് മത്സരിക്കുന്നത്. എന്തൊക്കെയുണ്ടായി തീരാന്ന് എനിക്കറിയില്ല. എനിക്ക് അല്ല കോയപ്പോ, ഇജിപ്പോൾ ആർക്കാ വോട്ട് ചെയ്യണേ? മൂത്തോനക്കാ ജയിച്ചത്, അതെ ഇളയ മോനക്കാ ജയിച്ചത്? ഞാനാണിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിയത്. മൂത്തോൻ പറഞ്ഞ് എനിക്ക് ചെയ്യണമെന്ന്, ചെറിയോൻ പറഞ്ഞ് എനിക്ക് ചെയ്യണമെന്ന്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? വോട്ടാണെങ്കിൽ എൻ്റെ അവകാശമാണ്. അതിട്ട് ചെയ്യാതിരിക്കാനും പറ്റൂല. ഇതെന്ത് ബാക്ക് വെച്ചില്ല ചെറിയോടോ? കോയപ്പോ, ഇതിന്ന് രക്ഷപ്പെടാൻ നല്ലൊരു വഴി ഞാൻ പറഞ്ഞുതരാം. എന്ത് വഴിയാണെന്ന് വെച്ചാൽ പറഞ്ഞിട്ടിക്കാം. കോയപ്പോ, ഇതൊരു വിസിറ്റ് മിസ് എടുത്തുകൊണ്ട് ഗൾഫിക്കാണ് വിട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഹിജേ, എൻ്റെ തല കാറ്റും വെയിലും കൊള്ളിച്ചണ്ട. ബാക്കി ഞാൻ പറയണില്ല. ഞാൻ പോയി. ഓൻ്റെ ചേമ്പിലെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് പറ്റൂല്ലെങ്കിൽ വേണ്ട. ആരാപ്പത് അസിസ്റ്റന്റ് ഉണ്ടല്ലോ. ഇപ്പൊ ഇലക്ഷനൊക്കെ നടക്കല്ലേ, അസിസ്റ്റന്റൊക്കെ വേണ്ടി വരും. വാപ്പ, നിങ്ങളെ വോട്ട് എനിക്ക് ചെയ്യണം.
നിങ്ങളെ സ്നേഹിതന്മാരോടൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞ അത് പ്രത്യേകം മറക്കരുത്. വാവാന് ഞമ്മക്ക് പഞ്ചായത്തേക്ക് പറഞ്ഞേക്കണം. ഞാനും തോറ്റോട്ടെ. എനിക്ക് നിങ്ങൾ മക്കൾ രണ്ടാളും ഒരുപോലെയാണ്. അത് 22-ാം തീയതി അറിയാം. ജനങ്ങൾ വിധി എഴുതട്ടെ. പല തെണ്ടുകൾ പലതും പറയും, അത് നിങ്ങൾ വിശ്വസിക്കരുത്. ഈ വാർഡിൽ ഞാൻ ജയിക്കും, ഈ വാർഡിനെ ഭരിക്കും ചെയ്യും. ഈ വാർഡ് ഈ വരിക്കൂല, ഈ വാർഡ് ഞാൻ വരിക്കും. എന്നെ തോൽപ്പിച്ച് തൊപ്പിയിട്ട് ഞാൻ പഞ്ചായത്തിലോട്ട് കയറും. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ. ഈ വാർഡിലെ ആളുകൾക്കൊന്നും നിന്നെ വേണ്ട. നീ പണ്ടൊരു കോഴിക്കള്ളനായിരുന്നു. നീയാണ് കോഴിക്കള്ള, ഞാനല്ല. എന്നെ പറ്റി അപരാധം പറഞ്ഞ് നിന്നെ ഞാൻ നിങ്ങൾ രണ്ടാളും ഒന്ന് മുണ്ടാതെ നിൽക്കുക. ഓൻ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല പാപ്പാ? അപ്പൊ ഈ പറഞ്ഞതൊന്നും ഇല്ലേ? എന്തു പറഞ്ഞാലും നിന്നെ തോൽപ്പിച്ചിട്ടാ ഞാൻ അടങ്ങും. ആര് ജയിക്കുന്നു നമുക്ക് കാണാം. നമുക്ക് കാണാം. മാനോ, എൻ്റെ കുട്ടിയോടെ വന്നാണ്. എല്ലാത്തിനും ഒരു വഴി ഈ വാപ്പ കണ്ടിട്ടുണ്ട്. അത് എന്ത് വഴിയാണ് പാപ്പാ? നിങ്ങൾ രണ്ടാളും ഞെട്ടരുത്. ഞാൻ നെട്ടൂല പാപ്പാ. ഞാനും നെട്ടൂല വാപ്പ, നിങ്ങൾ പറഞ്ഞോളി. ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വാപ്പ ഈ കോയാപ്പു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണ്. ബാപ്പ എന്തെങ്കിലും ഈ പറഞ്ഞ്? മക്കളെ, നിങ്ങളെ രണ്ടാളെ വോട്ടും ഈ വാപ്പാക്ക് തരണം. അതുമല്ല, നിങ്ങളെ സ്നേഹിതന്മാർ നിങ്ങൾ അറിഞ്ഞവരൊക്കെ വോട്ട് ഈ വാപ്പാക്ക് തരാൻ പാടണം. എന്നിട്ട് നിങ്ങൾ എന്നെ ഈ വാപ്പാനെ നിങ്ങൾ പഞ്ചായത്തിലേക്ക് തിരഞ്ഞേക്കണം. നിങ്ങൾ നേരെ വീട്ടിൽ കൊണ്ട് പോകണം. വാപ്പ